Hi all, today we are discussing a small topic in the subject energy conservation and management. We are discussing fifth module and today's topic are energy cost and benchmarking. We start with energy cost. Understanding energy cost is vital factor for awareness creation and saving calculation. എനർജി സേവ് ചെയ്യണം, എനർജി കാൽക്കുലേറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ എല്ലാ തവണയും ഇൻഡസ്ട്രീസിൽ കേൾക്കുന്ന കാര്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യാൻ കാരണം അവർക്ക് വരുന്ന എനർജി കോസ്റ്റാണ്. പല വിധത്തിലുള്ള എനർജി കോസ്റ്റുകളുണ്ട്. ആ എനർജി കോസ്റ്റുകൾ എല്ലാം തന്നെ മെഷർ ചെയ്യാനുള്ള ടെക്നിക്സ് എല്ലാ കമ്പനികളിലും ഉണ്ടാവില്ല. അതായത് ഇൻ മെനി ഇൻഡസ്ട്രീസ് സഫിഷ്യൻറ്റ് മീറ്റേഴ്സ് മേ നോട്ട് ബി അവൈലബിൾ ടു മെഷർ ഓൾ എനർജി യൂസ്ഡ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി KWH മീറ്റർ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പക്ഷേ ഫ്യൂവലൊക്കെ മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫ്യൂവൽ എങ്ങനെയാണ് നോർമലി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വരുന്ന ഇൻവോയ്സിൽ ബില്ലായിട്ട് വരുന്ന ടണ്ണിലും കിലോ ലിറ്ററിലും ഉള്ള ഫ്യൂവൽസ് നമുക്കറിയാൻ പറ്റും. ആ ഫ്യൂവൽസ് ഫൈനലായിട്ട് ഔട്ട്പുട്ടും കിട്ടും. അന്നേരം അതിൻ്റെ ഇടയിൽ വരുന്ന യൂസേജാണ് എനർജി ലോസ് എന്ന് പറയാം. അന്നേരം നമുക്കൊരു എനർജി കോസ്റ്റ് എങ്ങനെ വരുന്നതെന്നുള്ളത് ഈ ഇൻവോയ്സ് വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതാണ് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻവോയ്സ് ഫോർ ഫ്യൂവൽ ആൻഡ് ഇലക്ട്രിസിറ്റി വിൽ ബി യൂസ്ഫുൾ ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഫോർ മെഷറിങ് എനർജി. എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് മെഷറിങ് എക്യുപ്മെൻറ്റ്സ് ഇല്ല. നമ്മൾ ഈ ഡാറ്റ ഇൻവോയ്സ് വെച്ചിട്ട് ഡാറ്റ എങ്ങനെയാണ് എനർജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ആനുവൽ കമ്പനി ബാലൻസ് ഷീറ്റ്. ഒരു കമ്പനി ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവ് ചെലവ് കണക്കുകളെല്ലാം തന്നെ ഡിമാൻഡും എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യപ്പെട്ട എനർജി എത്രയാണ് നമ്മൾ ഓരോ കൊല്ലം ഉള്ളതെന്നുള്ളതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എല്ലാം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ എനർജി ഇൻവോയ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ദേ പ്രൊവൈഡ് എ റെക്കോർഡ് ഓഫ് എനർജി പർച്ചേസ്ഡ് ഇൻ എ ഗിവൺ ഇയർ. ഒരു കൊല്ലത്തേക്കുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ ഒരു ഇയറിൽ എത്ര എനർജിക്ക് വേണ്ടിയിട്ട് ഫ്യൂവൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ബിൽ ഇൻവോയ്സ് നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. Indicate the potential for saving when related to production requirements or to air conditioning requirements, space heating. ഒരു ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് ഇൻവോയ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ റെക്കോർഡ്സ് പ്രീവിയസ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും. When electricity is purchased on the basis of maximum demand tariff. പലപ്പോഴും ഇൻഡസ്ട്രീസിൽ നമ്മൾ താരിഫിനെ കുറിച്ച് മുമ്പ് രണ്ടാമത്തെ മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിസിറ്റി താരിഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മാക്സിമം ഡിമാൻഡ് താരിഫ്. അഥവാ നമ്മൾ ഇൻഡസ്ട്രീസിന് പല വിധത്തിലുള്ള ഡിമാൻഡ് ഉണ്ടാവും. ഇത്തിരി പവർ ഫാക്ടർ വേണം, 3 phase സപ്ലൈ വേണം, 11 kV സപ്ലൈ വേണം, അങ്ങനെയുള്ള പല ഡിമാൻഡ്സ് ഉണ്ട്. ആ ഡിമാൻഡ്സിനനുസരിച്ചിട്ട് മാക്സിമം യൂസ് ചെയ്യുന്ന പീക്ക് ടൈമും ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഡിമാൻഡ് താരിഫ് ഒരു ഇൻഡസ്ട്രിക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇത് ആരാണോ ഇലക്ട്രിസിറ്റി അഥവാ പവർ പ്രൊവൈഡ് ചെയ്യുന്ന അവരാണ് ഡിസൈഡ് ചെയ്യുന്ന താരിഫ്. അതിനനുസരിച്ചിട്ട് നമുക്ക് എനർജി ഇൻവോയ്സ് നിന്ന് ഡാറ്റ കിട്ടും. ആൻഡ് ദ എനർജി ഇൻവോയ്സ് ക്യാൻ സജസ്റ്റ് വെർ സേവിങ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി മെയ്ഡ്. എനർജി ഇൻവോയ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലത്തെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മാസത്തെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുക്കുകയാണെങ്കിൽ നമുക്ക് എനർജി എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. എവിടെയെങ്കിലും ചില ഓൾട്ടറേഷൻസ് വരുത്തുമ്പം ഇൻവോയ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് സേവിങ്സ് എവിടെ വരണം എന്നുള്ള ഒരു സജഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ്, നമുക്ക് 2 വിധത്തിലുള്ള കോസ്റ്റുകളാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക. ഒന്നാമത്തെ ഫ്യൂവൽ കോസ്റ്റും രണ്ടാമത്തത് പവർ കോസ്റ്റും. ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലെ ഫ്യൂവൽസ് നമ്മൾ ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഫ്യൂവൽ ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ലോ സൾഫർ ഹെവി സ്റ്റോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഡീസൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, കോള്, ലിഗ്നൈറ്റ്, വുഡ്, പെട്രോൾ, ഡീസൽ, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ യൂസേജ് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഫ്യൂവൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്ന കൺസംഷനാണ് കൊടുത്തിരിക്കുന്നത്. പവർ എന്ന് പറയുന്നത് എനർജി കോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പവറിന് 36% കോസ്റ്റ് പോകുന്നുണ്ട്, കോളിന് 18%, ലിഗ്നൈറ്റിന് 4%, ലിക്വഫൈനിന് 30%, ഫർണസ് ഓയിലിന് 11%, HSDക്ക് 1%. അന്നേരം നിങ്ങൾക്ക് നോക്കാം ടോട്ടൽ എനർജി ബില്ല് 6 കോടി എന്നാണ് അവർ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്ഥലത്തും വരുന്ന റിക്വയർമെൻറ്റ്സ് എത്രയാണെന്ന് മനസ്സിലാക്കാം. എല്ലാത്തിലും മിനിമം
നല്ലൊരു പെർസെൻറ്റേജ് വരുന്നത് പവറാണ്, അഥവാ ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റിയ നല്ല രീതിയിൽ നമുക്ക് ടോട്ടൽ എനർജി ബില്ല് റെഡ്യൂസ് ചെയ്യാം, അഥവാ ഇൻവോയ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ നോക്കാം. പിന്നെ നമ്മളെ ഫ്യൂൽ കോസ്റ്റ് വരുന്ന വേറെ കാര്യങ്ങളാണ് കോൾ, ലിഗ്നൈറ്റ്, അതൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട്. ഫർണസ് ഓയിലൊക്കെ നല്ലൊരു എമൗണ്ട്, ലെക്കോ ഫൈൻസും നല്ല എമൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എനർജി സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബാലൻസ് ഷീറ്റിൽ വ്യത്യാസം വരുത്താം, അഥവാ ഇൻഡസ്ട്രീസിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം. Understanding fuel cost is fairly simple and it purchased on in tons or kiloliters. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫ്യൂൽസിൻ്റെ ഡാറ്റ പുതിയ മെഷർ ചെയ്യാൻ ഡയറക്റ്റ് എക്യുപ്മെൻറ്റ്സ് അല്ല ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻവോയ്സിൽ കാണുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഫ്യൂൽ എത്ര പർച്ചേസ് ചെയ്തു, എത്ര ഔട്ട്പുട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കുക. എനർജി ലോസ് അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് ആയിരിക്കും. അന്നേരം പർച്ചേസ് ചെയ്യുന്നത് പൊതുവേ സോളിഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോ ആയിരിക്കും. സോളിഡ് സ്റ്റേറ്റ്സ് പൊതുവേ ടൺസിലും, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്സ് പൊതുവേ കിലോ ലിറ്റേഴ്സിലുമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂവൽ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം: അവൈലബിലിറ്റി, കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി. ഈ 3 ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളെ പർച്ചേസിങ് എല്ലാം തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ. നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തൊരു ഫ്യൂവൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ റൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ പ്ലാന്റിൻ്റെ ലൊക്കേഷനും അത് ഈ അവൈലബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം തീരുമാനിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഫാക്ടേഴ്സിനെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് പ്രൈസ് അറ്റ് സോഴ്സ്, ഫ്യൂവലിൻ്റെ കമ്പനിക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പർച്ചേസിങ് കോസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ മീഡിയം, ഏതൊക്കെ വിധത്തിലാണ് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഒരു പെട്രോളിയം ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറേബ്യൻ കൺട്രീസിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്യൂൽ കൊണ്ടുവരാൻ ഷിപ്സിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടി വരിക. അല്ലെങ്കിൽ പൈപ്പ് ലൈൻസ്, ഇപ്പം കൊച്ചിയിലൊക്കെ ആണെങ്കിൽ പൈപ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കൊച്ചി കോയമ്പത്തൂർ പൈപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ പല സ്ഥലത്തും നമ്മൾ ട്രക്സിൽ നമ്മളിത് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ വേറൊന്നാണ് ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ. ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്റ്റീരിയർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടോ, കണ്ടാമിനൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടോ. ഇപ്പോൾ വുഡിൻ്റെയൊക്കെ കേസ് ആണെങ്കിൽ കുറേ നാൾ പുറത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ആ വുഡിൽ മോയ്സ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യും. അതുപോലെ വേറൊന്നാണ് എനർജി കണ്ടൻറ്റ്. എനർജി കണ്ടൻറ്റ് പല വിധത്തിൽ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് കലോറിഫിക് വാല്യൂ. ഓരോ ഫ്യൂവലിനും ഓരോ സ്പെസിഫിക് കലോറിഫിക് വാല്യൂ ഉണ്ടാവും. അത് കത്താൻ എത്രത്തോളം കത്തിയാൽ ഔട്ട്പുട്ട് എനർജി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പാരാമീറ്ററാണ് കലോറിഫിക് വാല്യൂ. അതുകൂടാതെ തന്നെ സ്പെസിഫിക് ഹീറ്റ്, അങ്ങനെ പല വിധത്തിലുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എനർജി കണ്ടൻറ്റ് എത്രയുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇനി രണ്ടാമത് വരുന്നതാണ് പവർ കോസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഇലക്ട്രിസിറ്റി കോസ്റ്റ്. ഇൻഡസ്ട്രീസിൽ മെയിനായിട്ട് 2 കോസ്റ്റുകളായിരുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പവർ കോസ്റ്റ്. പിന്നെ ഇലക്ട്രിസിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇലക്ട്രിസിറ്റി താരിഫ് ഓരോ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരേ വിധത്തിലായിരിക്കില്ല താരിഫ് റേറ്റ്. അതുപോലെ തന്നെ സിറ്റി ടു സിറ്റി മാറും. അതൊരു മെട്രോപൊളിറ്റൻ സിറ്റിയും അല്ലെങ്കിൽ ഒരു ഗ്രാമവും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. അവിടെ ഒരു നല്ലൊരു എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. കസ്റ്റമർ ടു കസ്റ്റമർ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിൽ ഉപയോഗിക്കുന്നതും ഒരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മളുടെ കോസ്റ്റിൽ നല്ലോണം മെൻഷൻ ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. Many factors are involved in deciding final cost of purchased electricity. താരിഫ് തീരുമാനിക്കുന്നതിന് പല ഫാക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മാക്സിമം ഡിമാൻഡ് ചാർജ്. നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് ഈ ചാർജ് വരിക. പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിമാൻഡ് കൂടി. അതുപോലെ നമുക്ക് 3 ഫേസ് സപ്ലൈ വേണമെങ്കിൽ ഡിമാൻഡ് കൂടി, അല്ലെങ്കിൽ 11 kV ലൈൻ വേണമെങ്കിൽ ഡിമാൻഡ് കൂടി. അങ്ങനെ പല വിധത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മളെ ഇൻഡസ്ട്രീസിന് ആവശ്യമായ വിധത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമ്മളുടെ ഇലക്ട്രിസിറ്റി ആൾക്കാരുണ്ടാവും. പക്ഷേ അതിനനുസരിച്ച് താരിഫിൽ വ്യത്യാസം വരും. രണ്ടാമത്തത് എനർജി ചാർജ്. ആ എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എനർജിയുടെ കോസ്റ്റാണ്. ആ എനർജി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 50 വാട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ 50 കിലോ വാട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അവർ നമ്മളെ അടുത്ത് പർച്ചേസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത ചാർജാണ് എനർജി ചാർജ്. പിന്നെ വരുന്നതാണ് ടൈം ഓഫ് ദ ഡേ ചാർജ്. അഥവാ നമ്മളുടെ പീക്കും നോൺ പീക്കും ആയിട്ടുള്ള സമയങ്ങളുണ്ടാവും. ഇപ്പം ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു 7 മണി, വൈകുന്നേരം 7 മണിക്കൊക്കെ ശേഷമാണെങ്കിൽ വളരെ പീക്കായിട്ടുള്ള ടൈമാണ്. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നോൺ പീക്കാണ്. അങ്ങനെയുള്ള ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ടൈം ഓഫ് ദ ഡേ ചാർജ് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പവർ ഫാക്ടർ ചാർജ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിമാൻഡിൽ പവർ ഫാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ
ഒരു പവർ ഫാക്ടർ ചാർജ് കൊടുക്കേണ്ടി വരും. ഇൻഡസ്ട്രീസിൽ പലപ്പോഴും നമുക്ക് പവർ ഫാക്ടർ കൂടുതൽ വേണ്ടി വരും. അതർ ഇൻസെൻറ്റീവ്സ് ആൻഡ് പെനാൽറ്റീസ് അപ്ലൈഡ് ഫ്രം ടൈം ടു ടൈം. അതായത് നമ്മളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രീസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം പ്രളയം ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു സെസ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല വിധത്തിലുള്ള ചാർജുകൾ, അതൊരു ടൈം ടു ടൈം മാറുന്ന ഒരു ചാർജാണ് നമ്മളുടെ ഇൻഡസ്ട്രീസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതുപോലെ ഇലക്ട്രിസിറ്റി ഗവൺമെൻറ് അതിൻ്റെ പോളിസിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഇൻസെൻറ്റീവ്സ് ആൻഡ് പെനാൽറ്റീസ് ഡിസൈഡ് ചെയ്യുക. ഹൈ ടെൻഷൻ താരിഫ് ആൻഡ് ലോ ടെൻഷൻ താരിഫ് റേറ്റ്സ്. നമുക്ക് വേണ്ട ഹൈ ടെൻഷൻ താരിഫാണോ ലോ ടെൻഷൻ താരിഫാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പ്രൊവൈഡേഴ്സാണ്. പിന്നെ സ്ലാബ് റേറ്റ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ. ഒരു ഇൻഡസ്ട്രി വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ റേറ്റും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രോഫിറ്റും കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ചാർജും ഇലക്ട്രിസിറ്റിയിൽ കുറവായിരിക്കും. നമ്മളുടെ വീടുകളിൽ തന്നെ നിങ്ങൾക്കറിയാം, വീടുകളിൽ പല വിധത്തിലാണ് സ്ലാബുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി 50 കിലോ വാട്ട് വരെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ 50 യൂണിറ്റ്, 100 യൂണിറ്റ്, 150 യൂണിറ്റ്, അങ്ങനെ പലവിധ യൂണിറ്റിനനുസരിച്ചിട്ട് പെർ താരിഫ് ഒരു യൂണിറ്റിനുള്ള പൈസയിൽ ഡിഫറൻസ് ഉണ്ട്. ചില കണ്ടീഷനിൽ 2 രൂപയാണെങ്കിൽ അത് മുകളിലോട്ട് പോകുന്തോറും 6, 10 രൂപ വരെ ഒരു യൂണിറ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് സ്ലാബ് റേറ്റ് കോസ്റ്റ് ആൻഡ് ഇറ്റ് വേരിയേഷൻ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്പ് ഓഫ് താരിഫ് ക്ലോസ് റേറ്റ് ഫോർ വേരിയസ് കാറ്റഗറീസ് സച്ച് ആസ് കമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, ഇൻഡസ്ട്രിയൽ, ഗവൺമെൻറ്, അഗ്രികൾച്ചർ. ഇതിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് താരിഫിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അടുത്തത് താരിഫ് റേറ്റ് ഫോർ ഡെവലപ്ഡ് ആൻഡ് അൺഡെവലപ്ഡ് ഏരിയ ആൻഡ് സ്റ്റേറ്റ്. അത് ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ അർബൻ ഏരിയയും റൂറൽ ഏരിയയും ഉണ്ടാവും. അന്നേരം റൂറൽ ഏരിയാസിൽ അധികം ഇൻഡസ്ട്രീസിലൊന്നും ഉണ്ടാവില്ല. അവരെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇലക്ട്രിസിറ്റി കോസ്റ്റ് കുറക്കേണ്ടി വരും. അങ്ങനെയുള്ള വിധത്തിൽ വേരിയേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, താരിഫ് റേറ്റ് ഫോർ ഡെവലപ്ഡ് ആൻഡ് അൺഡെവലപ്ഡ് ഏരിയ. പിന്നെ ടാക്സ് ഹോളിഡേ ഫോർ ന്യൂ പ്രൊജക്ട്സ്. പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡസ്ട്രീസിൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇല്ലാത്ത മെയിൻ്റെനൻസ് ടൈമിലൊക്കെ ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെ റെഡ്യൂസ് ചെയ്യും. ആ ടൈമിലെല്ലാം നമ്മളൊരു ചെറിയൊരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ഇത്രയാണ് താരിഫ് ഡിസൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്. ഇനി നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസൈഡ് ചെയ്യുന്നതാണ്. ഇത്രയും എനർജി മാക്സിമം ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കുകയാണ്. പല വിധത്തിൽ ബെഞ്ച് മാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ എനർജി കൺസംഷന് ഒരു ബെഞ്ച് മാർക്കിംഗ് ഉണ്ടാക്കുകയാണ്. ഇപ്പം യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മെഷീൻ കൺസ്യൂം ചെയ്യുന്ന എനർജീനെ കുറിച്ച് ഡാറ്റ ഉണ്ടാവും. പെട്ടെന്നൊരു ദിവസം അതിൻ്റെ അകത്തൊരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം അതിൻ്റെ അകത്ത് എന്തോ മെയിൻ്റെനൻസ് റിക്വയർഡ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വേ ആണ് ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന ഒരു മെഷീൻ ഇത്രയേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ പല യൂണിറ്റ്സ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ചേർന്നതായിരിക്കും. ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യാൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. മെയിൻലി ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, പ്രീവിയസ് ഡാറ്റ എടുത്തിട്ടാണ് നോക്കുക. അല്ലെങ്കിൽ രണ്ടാമത് ട്രെൻഡ് അനാലിസിസ്. പലപ്പോഴും പ്രൊഡക്ഷൻ റേറ്റ് കൂടാം ഒരു ഇൻഡസ്ട്രീസിൽ ട്രെൻഡ് അനുസരിച്ചിട്ട്. ആ ട്രെൻഡ് അനാലിസിസും ഹിസ്റ്റോറിക്കൽ ഡാറ്റയും വെച്ചിട്ടാണ് ഇൻറ്റേർണലി നമ്മളൊരു ബെഞ്ച് മാർക്കിംഗ് ഫിക്സ് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണലി ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള നമ്മുടെ സിമിലർ ആയിട്ടുള്ളൊരു പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മളെടുക്കുക കൺസംഷൻ ഇത്രയും യൂണിറ്റാണ്, അവരെടുക്കുക ഇത്രയും യൂണിറ്റാണ്, അവരെടുക്കുക കുറവാണെങ്കിൽ അതിൻ്റെ കാരണം അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിംഗ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മളെ കമ്പനീനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പവർഫുൾ ടൂൾസ് ഓഫ് പെർഫോമൻസ് ആണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിംഗ് ഓഫ് എനർജി കൺസംഷൻ. നമുക്ക് ആദ്യം ഇൻറ്റേർണൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഹിസ്റ്റോറിക്കലും ട്രെൻഡ് അനാലിസിസുമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെൽ ഡോക്യുമെൻറ്റഡ് ഹെൽപ്സ് ടു ബ്രിങ് ഔട്ട് എനർജി കൺസംഷൻ ആൻഡ് എനർജി ട്രെൻഡ് മന്ത് വൈസ് ആൻഡ് ഡേ വൈസ്. ആൻഡ് ട്രെൻഡ് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് അനാലിസിസ് ഓഫ് എനർജി കൺസംഷൻ, cost and relevant production features, specific energy consumption help to understand effect of capacity utilization on energy use, efficiency and cost on
ബോർഡർ സ്കെയിൽ. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ആദ്യത്തേത് പ്രീവിയസ് ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ഒരു മെഷീൻ യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത്. രണ്ടാമത്തേതിൻ്റെ അകത്ത് നിലവിലെ ട്രെൻഡ്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ റേറ്റ് എവിടെയാണ് വരുന്നത്, അതിനനുസരിച്ച് ഒരു എക്യുപ്മെൻറ്റ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ എനർജി കൺസപ്ഷൻ കൂടും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ബെഞ്ച് മാർക്കിംഗ് ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്യുക. എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്ലാന്റ് എന്ന് വേണമെങ്കിൽ നമ്മളുടെ ഒരു കമ്പനി അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്ന വേറൊരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്ലാന്റിൽ ഇപ്പം ഒരു ലെയ്ത്ത് വർക്ക്ഷോപ്പ് ആണെങ്കിൽ ലെയ്ത്ത് വർക്ക്ഷോപ്പ് നമ്മൾ സിമിലർ ആയിട്ടുള്ളൊരു വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ലെയ്ത്ത് വർക്ക്ഷോപ്പുള്ള പല കമ്പനികളുണ്ടാവും. സിമിലർ യൂണിറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. നമ്മളിപ്പോൾ ലാർജ് സ്കെയിലാണോ മീഡിയം സ്കെയിലാണോ സ്മോൾ സ്കെയിലാണോ ഇൻഡസ്ട്രി എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മളതൊരു വലിയ ലാർജ് സ്കെയിലാണ്, നമുക്കൊരിക്കലും ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് വിൻറ്റേജ് ഓഫ് ടെക്നോളജി, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയും അവരുപയോഗിക്കുന്ന ടെക്നോളജി തമ്മിലുള്ള ഡിഫറൻസ്. അവർ വേണമെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്, നമ്മൾ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ അതിനനുസരിച്ച് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. റോ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന അതിന് സ്പെസിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ, നമുക്ക് ഓരോന്നിലും ചില കണ്ടീഷനിൽ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണ്ടി വരും, ചില കണ്ടീഷനിൽ റഫായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒപ്റ്റിമൈസ്ഡ് അഥവാ നല്ല ക്ലിയർ ഫിനിഷ്ഡ് ഗുഡ് കിട്ടണമെങ്കിൽ ടൈം കൺസപ്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എനർജി യൂട്ടിലൈസേഷൻ കൂടുതലായിരിക്കും. അത്രയും ഫിനിഷ് വേണ്ടാത്തൊരു കമ്പനിയിൽ നമുക്ക് കുറച്ചും കൂടി ടൈം കൺസംഷൻ കുറവായിരിക്കും, ഒബ്വിയസ്ലി എനർജി കോസ്റ്റും കുറവായിരിക്കും. നെക്സ്റ്റ്, ക്വാണ്ടിഫൈയിങ് ഓഫ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ എനർജി കൺസംഷൻ. ഫിക്സഡ് എനർജി കൺസംഷനും വേരിയബിൾ എനർജി കൺസംഷനും വരുന്നത് ഇൻഡസ്ട്രീസിൻ്റെ ടൈം വേരിയേഷനിലാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ചില സമയത്ത് നമ്മളൊരു നോർമലി എൻജിൻ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ചില കണ്ടീഷനിൽ നമ്മൾ എക്സ്ട്രാ ഓവർലോഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ആ കണ്ടീഷനിലുള്ള ടൈപ്പ് നമ്മളായിട്ട് സിമിലർ ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ നമ്മൾ കമ്പാരിസൺ എടുക്കാൻ പാടുള്ളൂ. കമ്പാരിസൺ ഓഫ് ഇൻഡസ്ട്രി എനർജി പെർഫോമൻസ് വിത്ത് റെസ്പെക്ട് ടു വേരിയസ് പ്രൊഡക്ഷൻ ലെവൽ, അഥവാ നമ്മളുടെ കമ്പനിയുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നോക്കണം. ചിലർ അസംബ്ലി ആയിരിക്കും, ചില കണ്ടീഷനിൽ പ്രൊഡക്ഷൻ ആയിരിക്കും, ചില സമയത്ത് ഇൻസ്പെക്ഷൻ ആയിരിക്കും. ആ ലെവൽ ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് കമ്പയർ ചെയ്യാൻ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം നമ്മൾ ഇൻഡസ്ട്രീസിലൊരു ഡാറ്റ അനലൈസ് ചെയ്തു, അന്നേരം നമുക്ക് യൂസ് ചെയ്യുന്ന ടൈമിനേക്കാൾ വളരെ കുറവാണ് കമ്പയർ ചെയ്യുന്ന അടുത്ത സ്ഥലത്തെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന പ്രാക്ടീസ് അഥവാ മെത്തേഡിൽ ഡിഫറൻസ് ഉണ്ടാവും. അന്ന് ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമിലർ കമ്പനീസ് കമ്പയർ ചെയ്യാം. സ്കോപ്പ് ആൻഡ് മാർജിൻ അവൈലബിൾ ഫോർ എനർജി കൺസംഷൻ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. എനർജി കൺസംഷനും കോസ്റ്റ് റിഡക്ഷനും വേണ്ടിയിട്ട് നമുക്ക് സ്കോപ്പും മാർജിൻ അവൈലബിളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റണം. ബേസിസ് ഫോർ മോണിറ്ററിങ് ആൻഡ് ടാർഗറ്റ് സെറ്റിംഗ് എക്സസൈസ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളുടെ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിംഗ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി എനർജി കൺസംഷൻ ബെഞ്ച് മാർക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ബേസ് ലൈൻ എനർജി റിക്വയർമെൻറ്റ് ഫോർ എ ബിൽഡിംഗ് പ്രോസസ് ആൻഡ് ആക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ബെഞ്ച് മാർക്കിംഗ് പ്രൊവൈഡ് ഡാറ്റ ഫോർ കമ്പാരിസൺ വിത്ത് സിമിലർ ഫേംസ് ആൻഡ് ബിസിനസ്. നമുക്ക് എക്സ്റ്റേണലായിട്ട് ബെഞ്ച് മാർക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിമിലർ ആയിട്ടുള്ള കമ്പനികൾ തമ്മിലുള്ള കമ്പാരിസൺ ഡാറ്റ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദിസ് കമ്പാരിസൺ വിൽ ഹെൽപ്പ് ഫോർ ഐഡൻറ്റിഫൈയിങ് ഗ്യാപ്സ്, ഏരിയ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. കമ്പാരിസൺ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എവിടെയൊക്കെയാണ് നമ്മൾ എനർജി ലോസ് വരുന്നതെന്നും എന്തൊക്കെ ഏരിയയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെൽപ്സ് firms remain within the stipulated guidelines in terms of energy usage and be more environmentally conscious. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ആൻഡ് നോളജ് ഓഫ് എനർജി പാറ്റേൺ ഹെൽപ്സ് ഫേം മേക്ക് ഹ്യൂജ് കോസ്റ്റ് സേവിംഗ് ബൈ taking advantage of
reducing maximum demand and TOD. TOD അഥവാ ടൈം ഓഫ് ദ ഡേ താരിഫും അതുപോലെ തന്നെ മാക്സിമം ഡിമാൻഡും കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലൊരു എനർജി സേവ് ചെയ്യാൻ പറ്റും. അതും നമ്മളുടെ ബെഞ്ച് മാർക്കിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്. ഈസി ഓഫ് യൂട്ടിലിറ്റി ബഡ്ജറ്റ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് ബെഞ്ച് മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫ്യൂച്ചറിലേക്ക് എത്ര എനർജി ആവശ്യമുണ്ട് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ബിൽഡിംഗ് എനർജി കൺസപ്ഷൻ ഡാറ്റ helps cities strategically meet energy efficiency goals and climate change reduction goals. നമ്മളുടെ എനർജി കൺസപ്ഷൻ ഡാറ്റ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റീസിൽ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്താണെന്നും അതിനനുസരിച്ച് ക്ലൈമറ്റ് ചേഞ്ച് റിഡക്ഷൻ ഗോൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ബെഞ്ച് മാർക്കിംഗ് ഹെൽപ്ഫുള്ളാണ്. പ്രൊവൈഡ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്. മറ്റൊരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ബെഞ്ച് മാർക്കിന് നല്ല രീതിയിൽ സാധിക്കും. താങ്ക് യു.